വെൽക്കം ടു ലിഡിയാസ് 1 മിനിറ്റ് സ്റ്റോറി. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട കർഷകൻ്റെ കഥയാണ്. ആ കർഷകൻ വളരെയധികം വിഷമിക്കുന്ന ഒരു സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷി ഒന്നും ശരിയായിട്ട് വരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിൽ പട്ടിണിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിൽ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ചെളി കൂമ്പാരം. ആ ചെളിയിൽ കുറച്ച് വെള്ളത്തിൽ മാത്രം ഒരു താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നു. ഓക്കെ, അത് കണ്ടപ്പോൾ അദ്ദേഹം ആ ചെളിയിൽ ഇറങ്ങി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ആ പൂ പിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വിചാരിച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇന്നത്തേക്ക് ആഹാരത്തിന് പോലും വകയില്ല. ശരി, ഓക്കെ, ഞാൻ ഇത് കൊണ്ട് വിറ്റിട്ട് ഇന്നത്തെ ആഹാരത്തിനുള്ള വഴി കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ചന്തയിലേക്ക് പോയപ്പോഴത്തേക്ക് വളരെയധികം കൂട്ടം. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവിടെ ഒരു വലിയ സ്വാമി വരുന്നുണ്ട്. വളരെ മനസ്സ് നന്മയുള്ള ഒരു സ്വാമിജി. അദ്ദേഹത്തിന് ആശീർവാദം കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും എന്ന് മനസ്സിലായി. ശരി, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് സ്വയം രാജാവ് മന്ത്രിയോടൊപ്പം വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം അവിടെ ആ പൂ കൊണ്ട് അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു വെള്ളി നാണയം തരാം, നിങ്ങൾ എനിക്ക് ഈ പൂ തരണം, എനിക്ക് സ്വാമിജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് ഇത് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ 10 വെള്ളി നാണയം തരാം, നിങ്ങൾ എനിക്ക് ഈ പൂ തരണം, എനിക്ക് സ്വാമിജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ആലോചിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരാൾ വന്നിട്ട് 100 വെള്ളി നാണയം തരാമെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, ഇല്ല, ഞാനിത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മന്ത്രി വന്നിട്ട് പറഞ്ഞു, ഇത് രാജാവിന് വേണം, ഇവിടെ പൂ ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഞങ്ങൾ 1000 സ്വർണ്ണ നാണയം തരാം, നിങ്ങൾ എന്തായാലും ഈ ഒരു പൂ ഞങ്ങൾക്ക് തന്നെ തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ നേരം കഴിഞ്ഞ് മന്ത്രി കാണാത്തപ്പോഴത്തേക്ക് രാജാവ് സ്വയം വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ പൂ തരണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ കർഷകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, രാജാവ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ പൂ വിൽക്കുന്നില്ല, എനിക്ക് മഹാത്മാജിക്ക് ഈ പൂ സ്വയം ഞാൻ തന്നെ കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വില എനിക്ക് ഇവിടെ വരുന്നിടം വരെ മനസ്സിലായിട്ടില്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി അതിൻ്റെ വില എന്താണെന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാനിത് ഭഗവാന് സ്വയം അർപ്പിച്ചിട്ട് അനുഗ്രഹം വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അദ്ദേഹത്തിന് ഇത് അർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്. നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലായിരിക്കും, പാവപ്പെട്ടവരായിരിക്കും, പക്ഷേ ഭഗവാന് പൈസയോ പണമോ ഒന്നും വേണ്ട. വളരെ നന്മ ഉള്ളൊരു മനസ്സ് മാത്രം മതി, അർപ്പണബോധം മതി. അതുകൊണ്ട് നിങ്ങൾ പൈസ ഇല്ലെന്ന് വിചാരിച്ച് അമ്പലത്തിൽ പോകാതിരിക്കരുത്. കാരണം ഞാൻ മുന്നേ അങ്ങനെ ചെയ്യുമായിരുന്നു. എൻ്റെ അടുത്ത് പൈസ ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ അമ്പലത്തിൽ പോകത്തില്ല. അമ്പലത്തിൽ പോവോ ഒന്നും കൊടുക്കാനുള്ള വകയില്ലായിരുന്നു. വഞ്ചിയിൽ പൈസ ഇടാൻ പണമില്ലെന്ന് പറഞ്ഞ് ഞാൻ പോകത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒരു മനസ്സായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ അത്ര ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, വിവരമൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ആ ഒരു ബുദ്ധിക്ക് എനിക്ക് മനസ്സിലായി, ഭഗവാൻ അതൊന്നും വേണ്ട, ഭഗവാൻ നല്ലൊരു മനസ്സ് മാത്രം മതി. ഒരു കൂവളത്തിൻ്റെ ഇലയായാലും മഹാദേവന് സമർപ്പിച്ചാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് വളരെ തൃപ്തനായിരിക്കും. നമ്മളും ആണ് അത് വേണം ഇത് വേണം, പൂജ ചെയ്യാൻ പൈസ വേണം എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.